ഒരു ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഭാര്യന്റെ പണി. നീ പറ, സത്യം പറ. നീ തർക്കുത്തരം പറഞ്ഞില്ല എന്നോട്. ഉണ്ണിയോട് തർക്കുത്തരം പറയാൻ മാറ്റി നീ ആയിട്ടാ നീ വളർന്നിട്ടടി. ആദ്യം പോയി പണിയെടുത്ത് പൈസ കൊണ്ടു എന്നിട്ട് നിങ്ങൾ സംസാരിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഭർത്താക്കന്മാരായി അങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പുറത്തിപ്പുറത്ത് നോക്ക്. അപ്പുറത്തിപ്പുറത്തെ വീട്ടുകാരെ നോക്ക് നിങ്ങൾ. അവരെന്തിനും സുഖമായിട്ടാ ജീവിക്കുന്നത്. കാരണം എന്താ ഭർത്താക്കന്മാര് പഠിക്കുമോ? ഞാൻ പോലും എനിക്ക് ഇപ്പൊ പൈസ എനിക്ക് ആ പൈസ തീരുമ്പോ ഞാൻ പഠിക്കും. എനിക്ക് ആ പൈസ തീരുമ്പോ അതുവരെ എന്ത് ചെയ്യും? വെറുതെ ഇരുന്ന് കഴിക്കും. ഇവിടെ ഞാൻ പട്ടിപ്പണി എടുക്കാൻ ഇപ്പൊ മനസ്സിലായ കാര്യങ്ങള് അങ്ങനെ വിട്ട് പോന്നല്ലോ നീ. എന്നെ കാത്തടേ ഇവിടെ അങ്ങനെ വിട്ടൂടാ. രാവിലെ തുടങ്ങണ പണിയൊന്നും ഇവിടെ അതാരും ചിന്തിക്കില്ല. ഭർത്താവിന്റെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, എല്ലായിടത്തും പോയി പണിയെടുക്കണം. എന്നിട്ട് ചിരിച്ചു ഇവിടെ ഒന്നുമില്ല. 5ന്റെ പൈസ ഇല്ലാണ്ടിരിക്കും. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പൊക്കോ ഒന്നുമില്ല ഇവിടെ. വീട്ടിലേക്ക് വന്നു കയറി ഒരു മഹാനെ പറഞ്ഞേക്കാൻ ഇന്ത്യ രാജ്യത്തിൽ എന്റെ ഭാര്യ സാരണക്ക് ആരാണ് അധികാരം കൊടുത്തത്? അത് ഇന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം റേഷൻ കാർഡിൽ ഗൃഹനാഥൻ എന്നല്ലേ ഒരു പേരുണ്ട്, 2 അക്ഷരം അടിയിൽ ഉണ്ണി. അത് ഞാനാടി. ഉണ്ണിയല്ല ഇപ്പൊ എന്റെ പേരാ. ആ പേര് മാറ്റിയല്ലേ? എന്ത് പേര് മാറ്റിയാലും ഒരു വീട്ടിലേക്ക് വന്ന് ഒരാളെ പറഞ്ഞേക്കാനുള്ള അധികാരം ഭർത്താവിനാണ്. അത് ഞാൻ പറയും. നീ എല്ലാം പറയണ്ട്. ഇനി അത് ഉണ്ണിയടിയിലുണ്ട് ഭർത്താവായിട്ട്. നീ വെറും ഭാര്യയാടി. മാറിക്കും കൊണ്ട് നിന്നോട് ഇവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞത് ആര്? അത് പറയാനുള്ള അധികാരം ഇവക്കില്ല. ആ അധികാരം എനക്കാണ്. ഇവിടെ 10 പൈസ ഇല്ല. നീ പിച്ചാടിക്കടില്ല. നിനക്ക് പണിയുണ്ട്. നീ പൂന്താൻ പോലെ നിൽക്കുവായിരുന്നു. ഒരു ചൂരെടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. നേരത്തെ ഒരു സുകുമാരനെ പറഞ്ഞല്ലോ അപ്പുറത്തെ. ഓനും നീ തമ്മിൽ എന്ത് ബന്ധം? സുകുമാരൻ. അപ്പൊ സുകുമാരൻ ഞാൻ കേട്ടു. ഞാൻ എല്ലാം മനസ്സിലാക്കും. ഭ്രാന്തല്ല എന്റെ കൂടെ പറയപ്പെടാം. സുകുമാരൻ ഓനെ ഞാൻ ഇന്ന് ഓനെ കത്തിച്ചളിയാ. നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ എന്താ? സുകുമാരനാണോ പ്രശ്നം? സുകുമാരനാണോ നിങ്ങളുടെ പ്രശ്നം? വേറെ ആണ്ടടി. വേറെ ആരുടെ പറഞ്ഞോ? എല്ലാവരും പറഞ്ഞിട്ട് വരട്ടെ. പാട്ട് നിനക്ക് ചെലവരും ഞാനാണാ. നീ എന്നാ നീരാത്തോക്കം രണ്ടും കിടക്കന്നെ. ചെലവിൽ എത്ര ബിസ്ക്കറ്റ് തുടങ്ങി, എത്ര ബീഫ് തുടങ്ങി, എത്ര ചിക്കൻ എല്ലാം കിടക്കന്നെ. എന്തെല്ലാം തന്നൂറാ ഞാനിരിക്കും. എല്ലാം കിടക്കന്നെ. ലച്ചൂടെ ടൈം. നിന്റെ വീട് എവിടെയാ? ഞാൻ അവിടെയുള്ള ആ ബ്രിഡ്ജില്ലേ? ഏത് ബ്രിഡ്ജ്? ഇതിന്റെ ആ റോഡിന്റെ അക്കരെയുള്ളേ ആ പാലം. ആ ബ്രിഡ്ജ് അതിന്റെ അപ്പുറത്താ. ആരുടെ മകനായി? അവിടെ ദിവാകരൻ എന്ന് പറഞ്ഞ ഒരാളല്ലേ, അദ്ദേഹത്തിന്റെ സണ്ണാണ്. ദിവാകരൻ. നീയിപ്പോ ഈ പിറന്നാളിനാണോ പോണേ? അതെ, ബർത്ത്ഡേ. അതല്ലേ. നിങ്ങൾ എന്തിനാ ഈ ആണും പെണ്ണുങ്ങളും ഒരുമിച്ച് പോണത്? അല്ല പുപ്പ, ഈ ലച്ചൂട്ട എന്റെ അടുത്ത ഫ്രണ്ട്സ് അല്ലേ. സംഭവം ഇപ്പൊ അവള് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ആവാം. പക്ഷെ നീ ആണും അവള് പെണ്ണല്ലേ. എന്താ പുപ്പ ഇങ്ങനെയൊക്കെ? ഇങ്ങനെ ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കരുത്. നമ്മളിങ്ങനെ പത്തറ്റിക് ആവാൻ പാടില്ലേ. ഇങ്ങനെ ചിന്തിക്കില്ലേ, തിങ്ക് ചെയ്യല്ലേ എന്റെ അപ്പൂപ്പ. അല്ല നീ എന്താ ഈ പറയണത്? ഇവിടെ നമുക്ക് സ്ത്രീയും പുരുഷനും എന്നുള്ള വേർതിരിവിന്റെ ഒരു ആവശ്യമില്ല. ഉണ്ടല്ലോ, വേർതിരിവുണ്ടാവണം. പക്ഷെ നിങ്ങൾ ആണും പെണ്ണും ഒരുമിച്ച് പോണെങ്കിൽ ഒന്നല്ലെങ്കിൽ കല്യാണം കഴിച്ചൊരു ബന്ധം ഉണ്ടാവണം. ലച്ചുടാ, വാട്ട് എ ബ്യൂട്ടി. ലക്ഷ്മിയെ, നീ പിറന്നാളിന് പോണ കാര്യം അച്ഛനെ വിളിച്ച് സമ്മതൊക്കെ മേടിച്ചൂലേ? ചോദിച്ചപ്പോ കൊളം പറഞ്ഞൂല. അതെ, നീ ആ ചട്ടിത്തലേന്റെ കൂടെ പോണെന്ന് അച്ഛനോട് പറഞ്ഞ? പറയണേ അങ്ങനെ പറയാൻ ബോഡി ഷെയിം ചെയ്ത് സംസാരിക്കല്ലോ ഒരുമാതിരി.
എന്റെ മോളെ ഒരു ബന്ധമില്ലാത്ത നിങ്ങൾ ആണും പെണ്ണും കൂടി ഒരു വണ്ടിയിൽ പോണ് കണ്ട ആൾക്കാരെന്താ പറയാ? ഇങ്ങനെ സംസാരിക്കരുത്. ദിസ് ഇസ് ടൂ മച്ച്. അപ്പൂപ്പ അങ്ങനെ പറയാനൊന്നും പാടില്ല. അതെ, അപ്പൂപ്പനെ ഒരുപാട് ലോകം കണ്ട ആളാ. അപ്പൂപ്പൻ പറയണ പോലെയാണ് കേട്ടാ മതി. അപ്പൂപ്പനെ ഇതൊക്കെ ഒരു നല്ല ഓട്ടോറിക്ഷ വിളിച്ചേരാം. മോൾ അതില് പൊക്കോ. ആ മൊട്ടത്തലയും പിന്നാലെ വണ്ടിയിൽ വന്നോളൂ. വേണ്ട, ഞാൻ അവൻ്റെ കൂടെ പൊക്കോളാം. അപ്പം ഒന്ന് അറിഞ്ഞിടുന്നു. അല്ല കുട്ടിയെ, ഞാൻ അതാ പോണ പെണ്ണ്. നീ അവിടെ നിക്ക് ഒരു മിനിറ്റ് ദൂരിക്ക. ഇങ്ങോട്ട് നീങ്ങിരിക്കും. ഇവിടെ പിടിച്ചാൽ ഞാൻ തള്ളിയിരിക്കും. കുണ്ടിലും കുഴിയിലൊന്നും ചാടിക്കരുതിട്ടോ. ഇല്ല പൊക്കോ. ഇവിടെ പിടിക്കേ. എന്ത് പറഞ്ഞാലും സമത്വം. അങ്ങനെയാണെങ്കിൽ ആണുങ്ങളോട് പ്രസവിക്കാൻ പറയും. നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞാൽ നടക്കൂലോ, അതൊക്കെ ഞാൻ പറഞ്ഞാൽ നടക്കൂലോ. ശരിയാ. ലക്ഷ്മി ലക്ഷ്മി ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ. എന്നോട് പറയാതെയോ? അതിന് നിങ്ങളാരാ? ഓക്കെ, അപ്പൊ ഞങ്ങള് വന്ന എന്താന്ന് വെച്ചാല് മാർച്ച് 8-ാം തീയതി വുമൻസ് ഡേ ആണ്, അതായത് വനിതാ ദിനം. അതെ, അതുപോലും അറിയാതെ നിൽക്കാം. ലക്ഷ്മി ഇല്ല, ലക്ഷ്മി വരുമ്പോ പറഞ്ഞോളൂ. അല്ലല്ല, ഇത് കേക്കോ. അപ്പൊ വളരെ വിപുലമായ പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഒരുപാട് കലാപരിപാടികളുണ്ട്, ഭക്ഷണമുണ്ട്. അപ്പൊ അതിന്റെ പിരിവിന് വേണ്ടി വന്നതാണ്. അല്ലേ, ഇത് നിങ്ങൾ ഈ പെണ്ണുങ്ങളുടെ പരിപാടിയല്ലേ? പിന്നെ അതിന്റെ ഇടയിൽ എന്തിനാ ഇവൻ? ഇതാണോ പെണ്ണോ? അതെ, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ ഒരേ ഒരു പുരുഷനാണ് ഞങ്ങളുടെ സത്യശീലൻ. അപ്പൊ നിങ്ങളുടെ കെട്ടിയന്മാരൊന്നും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടണില്ല എന്നർത്ഥം. അവർക്ക് വേറെ ജോലിയില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേ ദിവസം വരിക, അവിടെ ഒരു പ്രഭാഷണം ഉണ്ട്. അല്ല, അത് വേണോ? സദ്യക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ വന്നാൽ വല്ലതും കൊടുക്കുവോ? അതിനല്ലേ ഫണ്ട് ശേഖരണം. 1000 1500. 1500. എന്തായാലും ഒരു സമാധാനം ഉണ്ട്. കെട്ടിയന്മാർക്ക് തിന്നാനേലും കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ലക്ഷ്മിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ എല്ലാ സംശയവും ഇതോടുകൂടി മാറും. മോൾ എവിടത്തെ? ഞാൻ ഫ്രാൻസിസ് തെരകന്റെ വൈഫാണ്. അല്ല, അതിപ്പോ അടുത്ത് കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ? അതെ, ഞങ്ങളുടെ കല്യാണം അടുത്താണ് കഴിഞ്ഞത്. മോൾക്കിപ്പോ എത്ര വയസ്സായി? അല്ല, ഈ ചെറു പ്രായത്തിൽ തന്നെ മുടി നിരക്കുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. മനസ്സിലായില്ലേ? കിഴക്കിലെ പ്രദീപിന്റെ ഭാര്യ സുശീല. അയ്യോ, ആ കല്യാണം കഴിച്ച സമയത്ത് മറ്റൊരു മാക്സി ഇട്ട പൈപ്പിന്റെ വീട്ടിലെ തല്ലുകൂടി നടന്ന കൊച്ചല്ലേ? കോലം മാറി ഒരു മാറ്റേ. പരിഷ്കാരമൊക്കെ ആണ്. അല്ല, മോള് മറ്റേ ഗൾഫിലുള്ള പാരിജാതന്റെ ഭാര്യയല്ലേ? അവൻ ഗൾഫിലാണല്ലോ, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ നടക്കാം. സകലരുടെയും ജാതകം അറിഞ്ഞാലേ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രഭാഷണം കേൾക്കാൻ വന്നാൽ മതി. ലക്ഷ്മി വരുമ്പോ പറയാ, ഇത് പൈസ ആയിട്ട് തരാം, അല്ലെങ്കിൽ എന്റെ മൊബൈലിലേക്ക് അയക്കാൻ പറയണം. അയച്ചോളൂ. അപ്പൊ ശരി. സ്ത്രീ സമത്വം അവരുടെ അവകാശം. എന്നിട്ട് കാശ് നമ്മുടെ 1500.